Hi friends, I'm Sonia. Welcome to my channel Simple Yet Very Creative. ഈ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചും അതിൻ്റെ വേരിയേഷൻസുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഒരു 3 ഇഴ നൂല് ഞാൻ സൂചിയിൽ കോർത്തു, അതിൻ്റെ മറ്റേ എൻഡ് കെട്ടിട്ടു. എന്നിട്ട് ഫാബ്രിക്കിലൂടെ ഇങ്ങനെ സൂചി കുത്തിയെടുക്കുക. കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഇങ്ങനെ തുന്നുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇഫക്റ്റാണ് കിട്ടുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കണം ത്രൂ ഔട്ട്. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ചെറുതായിരിക്കുമോ അത്രത്തോളം ഭംഗി ഉണ്ടാകും. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ലുക്കിലും ഡിഫറൻസ് ഉണ്ടാകും. ഈ സ്റ്റിച്ചാണ് കാന്ത വർക്കിന് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇത് ഇനി എങ്ങനെയാണ് കെട്ടിട്ട് സെക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് സ്റ്റിച്ചിലൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലൊരു ലൂപ്പ് കിട്ടും. അതിലൂടെ എഗെയിൻ നീഡിൽ പാസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ നോട്ടിട്ട് സെക്യൂർ ചെയ്യണം. കാരണം ഒരു പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ബാലൻസ് ത്രെഡ് കട്ട് ചെയ്യുക. ഇതാണ് സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച്. അടുത്തതായി ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 2 കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറി ത്രെഡ് വേണം. 3 ഇഴ നൂലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഉപയോഗിച്ച് ആദ്യം ചെയ്തിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മൾ ഈ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇഫക്റ്റാണ് നമുക്ക് കിട്ടുക. ഇത് 2 പ്രാവശ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന പേര് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 2 കോൺട്രാസ്റ്റ് കളർ ത്രെഡാണ് വേണ്ടത്. ഞാൻ 3 ഇഴ നൂലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഒരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കോൺട്രാസ്റ്റ് ത്രെഡ് നമ്മളിതുപോലെ ഫാബ്രിക്കിലൂടെ എടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെയും അകത്തു കൂടെ താഴത്തുനിന്ന് ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്യണം. നമുക്കൊരു റാപ്ഡ് ഇഫക്റ്റ് കിട്ടും. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീഡിലിൻ്റെ മൂവ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലായിരിക്കണം. താഴത്തുനിന്ന് മേളിലോട്ടാണെങ്കിൽ ത്രൂ ഔട്ട് അതുപോലെ, അതല്ല എങ്കിൽ മേളിൽ നിന്ന് താഴോട്ട്, ഈ 2 ഡയറക്ഷനും കൂടെ മിക്സ് ചെയ്യരുത്. ഇത് വളരെ ഈസിയായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതാണ് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 കോൺട്രാസ്റ്റ് കളർ എംബ്രോയ്ഡറി ത്രെഡാണ്. ആദ്യം ഒരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ഞാൻ 3 ഇഴ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ കോൺട്രാസ്റ്റ് കളർ ത്രെഡ്, അത് 6 ഇഴ നൂലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഫാബ്രിക്കിലൂടെ കുത്തിയെടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്തിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചിലൂടെയും നമ്മളിങ്ങനെ നീഡിൽ പാസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡ് ടൈറ്റായിട്ട് വലിക്കരുത്. കുറച്ച് ത്രെഡ് ഇങ്ങനെ നമ്മുടെ തമ്പ് ഉപയോഗിച്ച് നമ്മൾ അത് മാനേജ് ചെയ്യണം, അതിൻ്റെ സൈസ് മാനേജ് ചെയ്യണം. ത്രൂ ഔട്ട് ഈ ലേസ്ഡ് ഇഫക്റ്റ് തരുന്ന ആ സെമി സർക്കിൾഡായിട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് ത്രൂ ഔട്ട് ഒരേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നമ്മുടെ തമ്പ് ഉപയോഗിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റണ്ണിങ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന ത്രെഡിനേക്കാൾ കട്ടിയുണ്ടായിരിക്കണം നമ്മളുടെ ഈ ലേസ്ഡ് ഇഫക്റ്റിന് ഉപയോഗിക്കുന്ന ത്രെഡ്. ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഒന്ന് മുകളിലേക്കും അടുത്ത ഇത് പാസ് ചെയ്യുന്നത് താഴ്ന്നുമായിരിക്കും. ഇതാണ് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഇന്റർലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 3 ഷെയ്ഡ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് വേണ്ടത്. ആദ്യം ഒരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ഞാൻ 3 ഇഴ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് ഒരു ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനായിട്ട് ഞാനൊരു 6 ഇഴ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫിനിഷ് ആയതിനു ശേഷം വേറൊരു ത്രെഡ് ഉപയോഗിച്ച് വീണ്ടും ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 6 ഇഴ നൂല് തന്നെയാണ്. ഈ പ്രാവശ്യം
ലേസ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെയിൻ ഡിഫക്റ്റാണ് കിട്ടുക. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിനെ ഡബിൾ ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നും അല്ലെങ്കിൽ ഇന്റർലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നും പറയപ്പെടുന്നു. ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 2 കോൺട്രാസ്റ്റ് കളർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് വേണ്ടത്. ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് ഒരു ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ഞാൻ 3 ഇഴ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു കോൺട്രാസ്റ്റ് ത്രെഡ് നമ്മളിതുപോലെ ഫാബ്രിക്കിലൂടെ എടുക്കണം. എന്നിട്ട് ആദ്യം ചെയ്തിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് വിട്ടിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലൂടെ നീഡിൽ പാസ് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലൊരു ലൂപ്പ് കിട്ടും. ഇത് ടൈറ്റായിട്ട് വലിക്കണ്ട. പിന്നീട് താഴത്തുനിന്ന് മേളിലോട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ആദ്യത്തെ സ്റ്റിച്ച്, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യണം. അവിടുത്തെ ലൂപ്പ് ടൈറ്റായിട്ട് വലിച്ചെടുക്കണം. പിന്നീട് ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. മേളിൽ വരുന്ന ലൂപ്പ് കുറച്ച് ലൂസായിട്ടും താഴെ വരുന്ന ലൂപ്പ് ടൈറ്റായിട്ടും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതിൽ 2 സൈഡിലും ലൂപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ബാലൻസ് വേരിയേഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും.